അച്ഛൻ്റെ വിഷയം പ്രശ്നമാണോ, ചിന്തിക്കേണ്ടതാണോ? ഞാൻ ആകെ ചോദിച്ചൊരു ഒരൊറ്റ വാലിഡ് പോയിന്റ് ആണ്. അതായത് അച്ചായൻ എന്ന് പറഞ്ഞ വ്യക്തി ചാരിറ്റി ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ചെയ്തോളാനാ പറഞ്ഞു. അച്ചായൻ ചാരിറ്റി ചെയ്യുന്നതിൽ ക്ലാരിറ്റി വേണം. ആര് ചെയ്താലും ക്ലാരിറ്റി വേണം. ഈ ക്ലാരിറ്റി നീ ആരടാ ചോദിക്കാൻ നമ്മൾ അടുത്ത ചോദ്യം. പബ്ലിക്കിൽ BGM ഇട്ട് 10 ആളെ കാണിച്ച് ഈ ചാരിറ്റി വിൽക്കുക ചെയ്യുന്നത് ചാരിറ്റി പോൺ. അതായത് ഈ ചാരിറ്റീൻ്റെ പേരിൽ ഇവർ ഈ വിൽപ്പന നടത്തുമ്പോൾ അത് പബ്ലിക്കിനെ കാണിക്കുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. പിന്നെ അച്ഛൻ ഒരു വീട്ടിൽ ചെല്ലുന്നു, ചാരിറ്റി വീഡിയോ എടുക്കാൻ പോവുകയാണ്. ആ വീഡിയോ എടുക്കുമ്പോൾ അതിലുള്ള കുട്ടികളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും അസുഖമുള്ളവരെയൊക്കെ കാണിക്കുന്നുണ്ട്. അവർ കരയുന്നുണ്ട്, അച്ഛൻ്റെ കാലിൽ വീഴുന്നുണ്ട്, ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഈ സാധനം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് BGM. ഇപ്പോഴത്തെ വീഡിയോയിൽ BGM ഇല്ല, ശ്രദ്ധിക്കണം, വളരെ കുറവാണ്. ഞാൻ പറഞ്ഞതിന് ശേഷം അത് കുറച്ച് കുട്ടികളെ മുഖം കാണിക്കുന്ന സുവമോട്ടോ വരുമെന്ന് വിചാരിച്ചിട്ട് അത് ബ്ലർ ചെയ്യാൻ തുടങ്ങി. ആദ്യം അതൊക്കെ ബ്ലണ്ടായിട്ട് കാണിച്ച ആളാണ്. ഇതൊക്കെ ചെയ്തിട്ടാണ് ഒരു വീഡിയോ അപ്പ് ചെയ്യണത്. എന്നിട്ട് ഈ വീഡിയോ എന്ത് ചെയ്യും, ഫേസ്ബുക്ക് മെറ്റയ്ക്ക് അങ്ങോട്ട് പൈസ കൊടുക്കും, ഇത് ബൂസ്റ്റ് ചെയ്യുക. അതായത് ഇവിടുത്തെ ചാരിറ്റി നന്മവർ, അതായത് ഫിറോസ് കുന്നപ്പറമ്പിൽ മുതലുള്ള പാറ്റേൺ ആണ് ഈ ബൂസ്റ്റ് ചെയ്യുന്ന പരിപാടി. ഇത് ചെയ്യിക്കുന്നത് എന്തിനാ? ഇത് വേറെ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ പേജിൽ ചെന്ന് ഇയാൾ അറിയാത്ത കുറേ ആളുകളിലേക്ക് എത്തി അവരിതിനായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. അതാണ് ഞാൻ ഒരു സ്ക്രീൻഷോട്ട് വെച്ചത്. അച്ചായനൊരു ടീമുണ്ട്, അവരിതേപോലെ ഇൻട്രാക്ട് ചെയ്തപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും പ്രൊഫൈലിൽ കയറിയ മെസ്സേജിൽ ഹായ് അയച്ചാൽ അപ്പം മെസ്സേജ് വരും, ഇന്ന ആൾക്ക് ഇത്ര രൂപ കൊടുത്തു, ഇതാണ് സംഗതി, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അങ്ങനെ പൈസ കൊടുത്തവരുണ്ട്. അപ്പോൾ അവിടെ ക്ലാരിറ്റി എന്താ? ഞാൻ 41 കട തുടങ്ങി, ആ പ്രോഫിറ്റ് നിന്നാണ് ഞാൻ ചാരിറ്റി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ക്ലാരിറ്റി വേണം. അതായത് ഇതൊരു രജിസ്റ്റേർഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണോ? ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൽ ആരൊക്കെ ആണുള്ളത്? ഇതിലെ ഫണ്ട് എവിടുന്ന് വരുന്നു? ഇത് പ്രോഫിറ്റ് നിന്നാണോ പോണേ? വിദേശത്ത് നിന്ന് ഫണ്ട് വരാറുണ്ടോ? ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടണം. അടുത്തത്, വീട് വെച്ചു കൊടുത്തു, 40 കട തുടങ്ങി, 40 വീട് വെച്ചു. ഒരു വീട് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വീടാന്നുള്ളത് വളരെ എവിഡൻ്റ് ആയിട്ട് പൊളിഞ്ഞു. അയാളെ വായുകൊണ്ട് അയാളെ ഈഗോ കൊണ്ട് അത് സമ്മതിച്ചില്ല. ബാക്കി 39 വീടിൻ്റെ കണക്കാണ് ഞാൻ ചോദിച്ചത്. ഞാൻ കണക്ക് ചോദിക്കുന്നത് എന്താ? ഞാൻ എൻ്റെ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് കൊണ്ട് ഞാൻ ഓരോ സ്ഥാപനം തുടങ്ങിയപ്പോൾ ഓരോ വീട് വെച്ചു കൊടുത്തു. ദിസ് വാസ് ദ ക്ലെയിം. അതിനർത്ഥം എന്താ? അയാൾ സ്ഥലം മേടിച്ച്, അയാൾ തറ വെച്ച്, അയാൾ വീട് പണിഞ്ഞ് ഇത് കൊടുക്കുമ്പോഴാണ് അയാളെ സ്വന്തം വീട്. ലൈഫ് മിഷൻ പദ്ധതിയിൽ പകുതി വഴിക്ക് ഇട്ടിട്ട് പോയ ഒരു പ്രൊജക്റ്റ് ഇപ്പം വളരെ ഈസിയാണ്. ഒരു പഞ്ചായത്ത് ചെന്നിട്ട് ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് പോയ വീടിൻ്റെ കണക്ക് ചോദിച്ചാൽ അത് കിട്ടും. ഈ പേപ്പർ എടുക്കുക, അങ്ങനെ നോക്കുക, ഇതിലെല്ലാവരെയും കോണ്ടാക്ട് ചെയ്യുക, വീഡിയോൻ്റെ മുന്നിൽ വരാൻ താല്പര്യമുള്ളവരടുത്ത് ചെന്നിട്ട് ഞാനൊരു വീഡിയോ ഇടും. ഒന്നും വേണ്ട, ഈ വീഡിയോയിൽ വന്നിട്ട് നിങ്ങൾ കാര്യം പറഞ്ഞാൽ മതി. ലൈഫ് മിഷനെ കുറിച്ച് മിണ്ടേ വേണ്ട. വീട് പകുതി വഴിക്ക് നിന്നുപോയി, അച്ചായ സഹായിക്കണം, പിന്നെ കുറച്ച് ദാരിദ്ര്യം പറയും. കരഞ്ഞു കഴിഞ്ഞാൽ വീട് ഞാൻ ഫുള്ളാക്കി തരും. എന്നിട്ട് ഞാൻ ഫുള്ളാക്കിയെന്ന് ഞാൻ പറയും. പാവങ്ങൾ നിന്ന് കൊടുക്കൂലേ? എൻ്റെ ഡൗട്ട് ഈ 39 വീടും ഇതേപോലെ നിന്നുപോയ വീടുകളാണ്. ലൈഫ് മിഷൻ, ഒന്നാമത് ലൈഫ് മിഷൻ എന്ന് പറയുന്നത് ഒരു സ്കാം. ഇവിടെ ഞാൻ 2 കാര്യമാണ് മലയാളികളുടെ മുന്നിൽ പൊളിച്ച് കാണിച്ചത്. ഒന്ന്, ഈ സർക്കാർ കയറിയത് മുതൽ ലക്ഷക്കണക്കിന് ഭവനരഹിതർക്ക് ഭവനം കൊടുത്തു എന്ന് അറിയുന്നത്. ഭവനം കൊടുത്തു പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് താക്കോല് കൊടുക്കണം. അല്ലാതെ 4 ലക്ഷം ഉറുപ്പിക കൊടുത്തിട്ട് നാട്ടുകാരോട് ഇന്നാ വീട് വെച്ച് പറഞ്ഞാൽ വീട് വയ്ക്കാൻ പറ്റില്ല. അപ്പം ഇതാര് സഹായിച്ചിട്ടാണ് ഈ കേരളത്തിൽ ലക്ഷക്കണക്കിന് വീടുകൾ ഉണ്ടായത്? ഇതേപോലെ ഈ ചാരിറ്റി നന്മ മരങ്ങളോ പൊതുപ്രവർത്തകരോ ബിസിനസ്സുകാരോ അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയക്കാരോ മത നേതാക്കന്മാരോ സഹായിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? ഈ വീട് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ അതെങ്ങനെ സർക്കാരിൻ്റെ അക്കോംപ്ലിഷ്മെൻ്റ് ആവും? സർക്കാരിൻ്റെ പൊൻതുവലായിട്ട് ഇത് കാണിക്കാൻ പറ്റൂ? ഇലക്ഷനാണ് വരാൻ പോണേ. പിണറായി വിജയൻ്റെ ഫ്ലക്സ് എല്ലായിടത്തും വരുന്നുണ്ടല്ലോ. ഭവനരഹിതർക്ക് ഭവനം എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലക്സ് ഒന്ന് പൊന്തി നോക്കട്ടെ. ഞാൻ ആദ്യം അതിനെതിരെ ചോദ്യം ചെയ്യും. ശരിക്കും ഈ അച്ചാനെ പോലുള്ളല്ലോ ചോദ്യം ചെയ്യണ്ടേ? ഇയാൾ സ്ട്രെയിറ്റ് ആണെങ്കിൽ ഇയാൾ ചോദിക്കണ്ടേ? ഇവിടുത്തെ ഞാൻ പറയുന്ന ഓരോ പൊതുജനങ്ങളും ചോദിക്കണം. കാരണം കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സ്കാമാണ് ഈ സാധനം. ഈ ഖജനാവുന്ന പൈസ എടുത്തിട്ടാണ് 4 ലക്ഷം ഒരു ഫാമിലിക്ക് കൊടുക്കുന്നത്. ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ഫാമിലികൾക്ക് ഇവിടെ ഇതിൽ ലൈഫ് മിഷനിൽ വീട് കിട്ടി പറയുന്നുണ്ട്. ഈ 4 ലക്ഷം കൊണ്ട് വെച്ച വീടുകളോ നിർമ്മിച്ച് തീർത്ത വീടുകളല്ലല്ലോ. ബാക്കി ഫണ്ട് കൊടുത്തത് എവിടുന്ന്? ആര്? അടുത്ത ചോദ്യം. അങ്ങനെയാണെങ്കിൽ സർക്കാരിന് അതെങ്ങനെ അവരുടെ നമുക്ക് ഓഡിഷനും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള രേഖകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടാണ്. ഞാൻ അതാണ് പ്രതിപക്ഷത്തിനോടോ BJP-നോടോ നാട്ടിലെ പൊതുപ്രവർത്തകരോ ആരെങ്കിലും എടുത്ത് നോക്കണേ, എന്നെ കൊണ്ട് ഇത്രേ ചെയ്യാൻ പറ്റൂ. എനിക്കൊരു ഈ കാറിനകത്തിരുന്ന് എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നു, ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നു, ഞാൻ ചെയ്തു. ഇനി ചെയ്യേണ്ടതാരാ?
ഇവിടെ ഇതിനു വേണ്ടി നടക്കുന്ന ആൾക്കാരില്ലേ, ഞാൻ ഇതിനു വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു സാധനം കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഇത് ഞാൻ എനിക്ക് എത്തിക്കാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ എത്തിച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. ബാക്കി അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ പ്രതിപക്ഷം. അത് UDF നേതാക്കന്മാർക്ക് വേണമെങ്കിൽ അങ്ങനെ അന്വേഷിക്കാം, BJPക്കാർക്ക് വേണമെങ്കിൽ അവർക്ക് അന്വേഷിക്കാം, ആർക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. കേരളത്തിലെ ലൈഫ് മിഷൻ പദ്ധതി ഈ 4 ലക്ഷത്തിന് എത്ര വീട് തീർന്നു? വീട് തീർന്നിട്ടുണ്ടെങ്കിൽ അത് ആര് ഫണ്ട് കൊടുത്ത് തീർത്തു? നാളെ സർക്കാരിനിത് അവരുടെ പൊൻതൂവല എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ അഴിമതി നടന്നിട്ടുണ്ടോ? പല അഴിമതിയും പുറത്തു വന്നു. ഈ 10 വർഷത്തിനിടയിൽ ഈ ലൈഫ് മിഷൻ്റെ പേരിൽ എത്ര ഫണ്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടാവും? ഇനി ഈ അച്ചായൻ്റെ കേസ് തന്നെ, അച്ചായൻ ഒരു വേദിയിൽ 200+ വീട് വെച്ച് കൊടുത്തു പറഞ്ഞ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഇയാളെ പ്രശ്നം ഇപ്പം എന്താ പറയുക, ഇയാളെ വീഡിയോ നമുക്ക് ഇടാൻ പറ്റില്ല. ഇയാളെ ഫാൻസ് മനസ്സിലാക്കേണ്ടത്, ഈ ചങ്ങായി 15 ലക്ഷത്തിന്റെ കൊട്ടേഷൻ കൊടുത്തിരിക്കുക ഒരു PR ടീമിന്. ഇയാളെ മുഖം കാണിച്ചോ ഇയാളെ ശബ്ദം വെച്ചോ നമ്മൾ എവിടെയെങ്കിലും ഒരു കണ്ടന്റ് ഇട്ട് അപ്പം അടിച്ചോളെ. മനസ്സിലായില്ലേ? ഇത്ര പേടിത്തൂറിയാണ് ഇയാൾ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ലായിരുന്നു. വിമർശനം വരുമ്പോൾ അത് ഫേസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അവിടെ കാശ് കൊടുത്തിട്ട് ആ കണ്ടന്റ് അടിച്ച് കളയാനുള്ള പരിപാടികൾ നോക്കുക, കാശ് കൊടുത്ത ആൾക്കാരെ കൊണ്ട് വീഡിയോ ചെയ്യിക്കുക. വിക്കി തങ്ങിൻ്റെ അടുത്ത് 7 ലക്ഷത്തിന് സെറ്റിൽമെന്റിന് ആളെ പറഞ്ഞു വിട്ടവനെ ഈ അച്ചായൻ എൻ്റെ അടുത്ത്. ഒന്ന് ആലോചിച്ച് നോക്കണം. 7 ലക്ഷം തരാം, സായിയോടൊന്ന് സാധനം ഒന്ന് ഡീൽ ചെയ്ത് തരാൻ പറ്റുമെന്ന്. ഇപ്പൊ പലർക്കും സംശയമുണ്ട് ഞാൻ എന്തുകൊണ്ട് അച്ചായൻ്റെ വീഡിയോ ഇടുന്നില്ല. അച്ചായൻ്റെ വീഡിയോ ഇടുമ്പോൾ അടിക്കാൻ നിൽക്കല്ലേ, പേജ് അടിച്ച് കളയും, കണ്ടന്റ് അടിച്ച് കളയും. ഇപ്പൊ എന്നിട്ടും ഞാൻ അച്ചായൻ്റെ പേര് മാത്രം പറഞ്ഞ വീഡിയോ ഇടുന്നുണ്ട്, ഞാൻ വീഡിയോയിൽ പറയലുണ്ട്. അല്ലാതെ ഇവനെ മുഖം കാണിക്കാൻ പറ്റില്ല. പിന്നെ ഇവനെ കുറിച്ചുള്ള കുൽസിതങ്ങൾ ഈ നാട് നിറച്ച് പാട്ട് പാടി നടന്നുണ്ട്, എൻ്റെ വാവേ എന്നൊക്കെ പറഞ്ഞുള്ള കരച്ചിൽ. ഞാൻ ഈ സാധനം ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ബെയർ മിനിമം ഒരു 150 ഇമാതിരി സാധനങ്ങളുണ്ട്. ഇയാളെ ബെയർ മിനിമം 150 എനിക്ക് ഈ സാധനം എടുത്ത് പുറത്തിടാം. എന്നിട്ട് എന്താ ചെയ്യുക, ഇവന്റെ ക്രെഡിബിലിറ്റി അടിച്ച് തകർക്കാൻ പറ്റും. അതായത് സായി പറയുന്ന അച്ചായന്റെ 150 ഈ വിധത്തിലുള്ള ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും, ഇങ്ങനത്തെ അതില് എല്ലാം വരാം, ചാറ്റ് വരാം, വീഡിയോ വരാം, എന്തും വരാം. ഇതൊക്കെ ഇത് ഞാൻ മേടിച്ചിട്ട് പോലുമില്ല, ആരോഗ്യത്തിൽ ഞാൻ മേടിച്ചിട്ട് പോലുമില്ല. ഞാൻ ഉള്ള ആള് എനിക്ക് വിത്ത് പ്രൂഫ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾ വെച്ചോ. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്കിൻ്റെ ആവശ്യം ഇയാൾ ചാറ്റ് ചെയ്തോട്ടെ, 10 ആൾക്ക് നന്മ കിട്ടിക്കോട്ടെ, ക്ലാരിറ്റി മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ. അല്ലാതെ എനിക്ക് ഈ സാധനം എടുത്ത് വെച്ച് അടിക്കേണ്ട കാര്യമില്ല. അയാളുടെ പേഴ്സണൽ ലൈഫ് ഫ്ലേർട്ട് ചെയ്യുക, കീട്ട് ചെയ്യുന്നത് കോപ്പ് വേണേൽ ചെയ്തോട്ടെ. നാളെ പെടുകയാണെങ്കിൽ മമ്പാട് പെട്ടോ അതിൽ പെട്ടോട്ടെ, എന്നാലും കുഴപ്പമില്ല. അതൊക്കെ ആ ടൈമിൽ നോക്കാം. ഇപ്പോഴത്തെ ആവശ്യം 39 വീടിൻ്റെ ക്ലാരിറ്റി വേണം. 39 വീട് ലൈഫ് മിഷൻ്റെ വീടാണോ അച്ചായൻ്റെ വീടാണോ? ലൈഫ് മിഷൻ്റെ വീടാണെങ്കിലും കുഴപ്പമില്ല, വായോണ്ട് വന്ന് പറയുകയാണ് ലൈഫ് മിഷനിൽ നിന്ന് പോയ വീട് അച്ചായൻ തീർത്തു കൊടുത്തു, ഫെയർ ഇനഫ്, ഞാൻ സമ്മതിച്ചു, ഒരു കുഴപ്പമില്ല. ഇനി അല്ല 39 വീടും ഇയാൾ സ്ഥലം മേടിച്ച് ഇയാളെ തറ കെട്ടി ഇയാൾ വീട് വെച്ച് കൊടുത്താണെന്നുണ്ടെങ്കിൽ ഞാനൊരു 10 ലക്ഷം അയക്ക് കൊടുക്കും. ഏതെങ്കിലും ഒരു ഫാമിലിക്ക് അയാൾ വീട് വെച്ച് കൊടുത്തോട്ടെ, ഇന്റെ ഭാഗം. ഇത് ഞാൻ വീഡിയോ പറഞ്ഞതാ, ഞാൻ കൊടുക്കാം 10 ലക്ഷം, അച്ചായൻ ചെയ്യും. അപ്പൊ ഇതിനൊന്നും അയാൾ റെഡിയല്ല. അയാൾ അതിന്റെ മുന്നിൽ നാട്ടുകാരോട് വന്നിട്ട് നിങ്ങൾ എന്റെ മുന്നിൽ മതിലായിട്ട് നിൽക്കണം, എനിക്ക് വരുന്നതെല്ലാം നിങ്ങൾ പ്രതിരോധിക്കണം. അച്ചായൻ ഇനി ചാരിറ്റി ചെയ്യില്ല, പിറ്റേ ദിവസം വീണ്ടും ചാരിറ്റി. പിന്നെ ഇപ്പോൾ ഒരു കല്യാണം നടത്തി കൊടുത്തു, നല്ല കാര്യമാണ്, കല്യാണം നടത്തി കൊടുത്തോട്ട്. പക്ഷെ ഇതൊക്കെ എൻഡ് ഓഫ് ദ ഡേ അയാളെ ബിസിനസ് വളർത്താനുള്ള പ്രൊമോഷനാണ്. ഇപ്പൊ ഉബൈദിനെ വെച്ച് ചെയ്യുന്ന സെയിം എക്സാക്ട് തിങ്, ഉബൈദിനെ വെച്ച് ചെയ്യുന്ന അതേ പ്രോഗ്രാം ഇയാൾ നേരിട്ട് ഇറങ്ങി ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ മാറ്റം. പക്ഷെ ചെയ്യുന്നതിൽ ക്ലാരിറ്റി വേണ്ടേ? ഈ ലൈഫ് മിഷന്റെ വീട് ഇത് ശരിക്കും സർക്കാരും ഇയാളും അറിഞ്ഞു കളിക്കുന്ന കളിയാണോ എനിക്ക് ഡൗട്ടുണ്ട്. ഈ അച്ചായനും നാളെ ഇതേ ടോണി അച്ചായൻ ഇവിടെ സീറ്റ് പ്രഖ്യാപനം വരുമ്പോൾ ഇയാൾ ചിലപ്പോൾ ഏതെങ്കിലും സീറ്റിൽ സ്വതന്ത്ര സ്ഥാനമായിട്ട് ഇതായിട്ട് നിൽക്കും ചെയ്യും, LDF അയാൾ എന്ത് ചെയ്യും, പിന്താങ്ങും ചെയ്യും. അല്ല, ഞാൻ എൻ്റെ ഫെയർ ഡൗട്ടാണ് ചോദിക്കണേ. ഒരു പഞ്ചായത്തിൽ ഇത്ര വീട് സർക്കാർ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇയാൾ തീർത്തു കൊടുത്തു എന്ന് പറയുമ്പോൾ സർക്കാർ ചോദ്യം ചെയ്യണ്ടേ? സർക്കാർ പദ്ധതി ഉദാഹരണത്തിന് റോഡ് പൊളിഞ്ഞു കിടക്കുന്നു, അതാ ചോദിക്കണേ. സർക്കാർ പദ്ധതിയിൽ നിന്ന് പോയ സാധനം ഇയാൾ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് അയാൾ സർക്കാർ എന്നുള്ള വാക്ക് കൊണ്ടിടില്ല, ഞാൻ വെച്ചു കൊടുത്തു, ടോണി അച്ചായൻ വെച്ചു കൊടുത്തു. സർക്കാർ എന്താ? സർക്കാർ എന്ന് പറയുമ്പോൾ പൊതുജനം പൊട്ടന്മാര്. ഈ ലൈഫ് മിഷൻ പദ്ധതിന്റെ പൈസ എവിടുന്ന പോണേ? ഞാനും നിങ്ങളടക്കം നമ്മളടക്കമുള്ള എല്ലാ ടാക്സിന്റെ പൈസയും ഖജനാവ് പോയിട്ടാണ് ഇത് ഈ പൈസ പോണത്. ചോദ്യം ചെയ്യും നമ്മൾ തന്നെ ചോദിക്കണ്ടേ? ഇത് ഈ സീക്രട്ട് ഏജന്റ് പറഞ്ഞു, നീ ആരാടാ ചോദിക്കാൻ? നീ നന്മ ചെയ്യാറുണ്ടോ? ഞാൻ നന്മ ചെയ്യാറുണ്ട്. ഞാനത് 10 ആളെ കാണിച്ചു ചെയ്യുന്ന ഒരാളല്ല, എനിക്ക് അതിൻ്റെ ആവശ്യവുമില്ല.
ഞാൻ ചെയ്യുന്നത് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി, കിട്ടണവരും അറിയും. ഞാൻ അവരോട് പോലും പറയാറുണ്ട്, എവിടെയും പോയി ഞാൻ ചെയ്തതാന്ന് പറയരുത്, ഞാൻ തന്നാന്ന് പറയാൻ പാടില്ല, താല്പര്യമില്ല. അത് കാണിച്ചൊരു ഷോ ഓഫ് അതിൻ്റെ ബിസിനസ് ഉണ്ടാക്കിയിട്ട് ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല.